നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ നഗരത്തിൽ വീണ്ടും വൻ ലഹരിവേട്ട. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. എരുമപ്പെട്ടി സ്വദേശി മുഹമ്മദിനെയാണ് തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയവാദികൾക്കൊപ്പമല്ല, വിശ്വാസികൾക്കൊപ്പമാണ് CPM എന്ന MV ഗോവിന്ദൻ. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഗവർണറുടെ ഹർജി ഖേദകരമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒഴിവാക്കി എങ്ങനെ വൈസ് ചാൻസലർ നിയമിക്കാൻ കഴിയുമെന്ന മന്ത്രി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ക്യാമ്പസിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് രണ്ടാമത്തെയാളും മരിച്ചു. മണ്ണിത്തറ പൂവത്തിങ്കൽ പോൾ മകൻ പ്രിൻസിൽ പോൾ ആണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. പഴയന്നൂരിൽ പോലീസിനെ ആക്രമിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. പഴയന്നൂർ തെക്കേത്തറ മാങ്ങോട്ടിൽ ബിനുവിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണവും പുത്തരി നിവേദ്യവും പുത്തരി സദ്യയും ഉത്രാടം നാളിൽ നടക്കും. പന്തീരടി പൂജയ്ക്ക് ശേഷമുള്ള അരിയളക്കൽ ചടങ്ങ് രാവിലെ 7:30 ക്ഷേത്രം കലവറയ്ക്ക് സമീപം ക്ഷേത്രം പാട്ടമാളി പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ നടക്കും. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. പവന് 160 രൂപ വർദ്ധിച്ച് 78,000 അടുത്തിരിക്കുകയാണ്. സ്വർണ്ണവില 77,800 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില. മാപ്രാണം ഹോളി ക്രോസ് തീർത്ഥാടന ദേവാലയത്തിന്റെ തിരുനാൾ ഈ മാസം 13, 14, 15 തീയതികളിൽ ആഘോഷിക്കും. വ്യാഴാഴ്ച കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിക്കും. വോട്ടുകൊള്ളക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പൂമല പറമ്പായിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 150 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയിൽ നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ശിവയോഗിനി മാതാവിന്റെ പൂർണ്ണകായ പ്രതിമയുടെ അനാച്ഛാദനവും തൃപ്പടി സമർപ്പണവും നടന്നു. സമർപ്പണ ചടങ്ങ് അമരിപ്പാടം ഗുരു നാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മാന സ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ബാബുജി നഗർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പെൻഷൻ വിതരണവും മെറിറ്റ് ഡേയും നടന്നു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. സൂര്യഭാരതി ഗ്രൂപ്പിന്റെ സന്നദ്ധ പ്രസ്ഥാനമായ സൂര്യഭാരതി ഫൗണ്ടേഷൻ പൊതുവിദ്യാലയങ്ങളിലെ SSLC വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ കിരൺ ഭാരത് സ്കോളർഷിപ്പ് പരീക്ഷയിലെ വിജയികളെ അനുമോദിച്ചു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകളും മൊമെന്റോകളും വിതരണം ചെയ്തു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചും കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. ജേക്കബ് പുലിക്കോട്ടിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രവി ജോസ് താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. അമ്പലപുരം മണക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം അസോസിയേഷൻ സെക്രട്ടറി രാജൻ വടക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡോക്ടർ VM ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ആയുർവേദ കൂട്ടായ്മ ഓണാഘോഷം നടത്തി. സെക്രട്ടറി വിനോദ് ഉദ്ഘാടനം ചെയ്തു. കരുമത്ര 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ചു. വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AH ആദന് കൂപ്പൺ നൽകി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. സംഭരിച്ച നെല്ലിന്റെ വില ഓണത്തിനു മുൻപ് കർഷകർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു.
ചേറ്റുവ ബുസ്താനുൽ ഉലൂം ഹയർ സെക്കൻഡറി മദർസയിൽ ഹുബറസൂൽ മജ്ലിസുനൂർ ആത്മീയ സദസ്സ് 8ാമത് വാർഷികം നടത്തി. ചേറ്റുവ മഹൽ ഖത്തീബ് സലീം ഫൈസി ദുവാജ് ജലീസിന് നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981 കാലഘട്ടത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ എക്സ്മേറ്റ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓണാഘോഷവും നടന്നു. പിന്നണി ഗായിക ശ്രുതി ശിവദാസ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജോഷി വടക്കൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തല്ലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷി വിളവെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നന്ദിനി സതീശൻ അധ്യക്ഷത വഹിച്ചു. വെങ്കിടൻ സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ നടന്ന ഓണാഘോഷം ആകർഷകമായി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രാജൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.